സന്തോഷം. വീണ്ടും എഴുത്തിന്റെ ഒരു ലോകത്തേക്ക് പോവുക, കൂടുതൽ കാണുക, കേൾക്കുക. പുസ്തകങ്ങളൊക്കെ ധാരാളമാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്, സിനിമ കാണാറുണ്ട്. അപ്പൊ അതിന് പിന്നിൽ എന്തൊക്കെയുണ്ട്? ഏറ്റവും പ്രധാനമായിട്ട് തിരക്കഥ. ആ തിരക്കഥയ്ക്ക് എന്താ ആദ്യം വേണ്ടത്? തിരക്കഥ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടാകും. അതുപോലെ എല്ലാം എഴുതുന്നത് അതാണ് സാറിന് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. അപ്പൊ അത്തരത്തിലൊരു കഥയിൽ നിന്ന് തിരക്കഥ രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയെന്നാണ് ട്രെയിനിൽ മനസ്സിലാക്കി. അപ്പൊ ശരി, നമുക്ക് കഥയിലേക്ക് തിരക്കഥ കുറച്ച് മനസ്സിലായി കാണും. അതുപോലെ കവിത ഓരോ കേൾക്കും ഒരുപാട് എഴുത്തുകൾ, കവിതകൾ പരിചയപ്പെടുത്താനുള്ളത്. കുറെ പേര് എഴുതിയിട്ടുള്ളത്. സാർ ചൊല്ലിയ കവിത കേട്ടു. ആദ്യം നമ്മൾ കവിതകളിലൂടെയാണ് തുടങ്ങിയത്. അപ്പൊ ഓരോരുത്തരും ചൊല്ലിയ കവിതകൾ നിങ്ങൾ മനസ്സിലാക്കി കാണും. എങ്ങനെയാണ് കവിത നല്ല പ്രയോഗങ്ങളിലൂടെ, നല്ല ചിന്തയിലൂടെ കടന്നു വരുമ്പോ അതൊരു അനുഭൂതി വിശേഷമായിട്ട് മാറും. അതാണ് കവിത. സാധാരണ കവിത എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? കവിത എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? എന്താണ്? ഏതെങ്കിലും ഒരു വിഷയം, മനസ്സിൽ തന്ന ഒരു വിഷയത്തെ കുറിച്ച് അർത്ഥവത്തായി മനോഹരമായ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയണം. ഇന്നെന്താവാം അല്ലേ? അതെ അതെ, മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ? അപ്പൊ ഒരു കവിത രചിക്കുന്നതിന് ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയണം. ആ കവിതയ്ക്ക് ഒരു മായിക പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം അല്ലേ? ചിലർ പറഞ്ഞിട്ടുണ്ട് സംഗീതാത്മക ചിന്തയാണ് കവിത എന്ന്, പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഴുത്തോട്ട് പറഞ്ഞത് നമുക്കറിയാം, poetry is spontaneous form of powerful feelings and emotion recollected its tranquility എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് ചില സംഭവങ്ങൾ ഇങ്ങനെ ബഹിസ്ഫുരണം പുറത്തേക്ക് ഇങ്ങനെ വന്നിക്കും. അതാണ് കവിതകളായിട്ട് വരുന്നത് എന്ന് പറയുന്നത്. പിന്നെ സംഗീതാത്മക ചിന്തയാണ് കവിത എന്ന് കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലരുടെ അഭിപ്രായം പരമാവധി വൈയക്തികതയും അവ്യക്തികതയും സമൂഹത്തിന്റെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എം.എൻ. വിജയൻ എന്ന് പറയുന്ന ഒരു നിരൂപകനുണ്ട്, എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്നത് ചലനത്തിൽ നൃത്തത്തിൽ എന്നതുപോലെ, നാദത്തെ ഗാനത്തിൽ എന്നതുപോലെ, കണ്ണിനെ ശില്പത്തിൽ എന്നതുപോലെ അത്ഭുതാത്മകമായി, സുഭഗമായി, അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യുന്നതാണ് കവിത. എന്താണ് കവിത എന്ന് പറയുന്നത്? ചലനം, നമ്മുടെ ചലിക്കുന്നു. അതെന്തായിട്ട് മാറി? നൃത്തമായിട്ട് മാറി. രസമാണല്ലേ നൃത്തം കാണാൻ? എല്ലാവർക്കും ഇഷ്ടമാണ്, അഭ്യസിക്കാൻ ഇഷ്ടമാണ് നൃത്തത്തെ. എന്നതുപോലെ നാദത്തെ എന്ത് ചെയ്യുന്നു? ഗാനത്തിലാക്കി മാറ്റി. ഗാനത്തിൽ എന്നതുപോലെ നിർദ്ദേശിക്കുന്ന ഒരു കല്ല്, ആ കല്ലിനെ ശില്പി കൊത്തി മനോഹരമാക്കി മാറ്റുന്നു. കല്ലിനെ ശില്പത്തിൽ എന്നതുപോലെ അത്ഭുതമാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതാത്മകമായി, സുഭജമായ ഒരു സൗന്ദര്യം ഉണ്ടാവുന്നു. അർത്ഥഗർഭമായി, അർത്ഥം ഓൾറെഡി പറഞ്ഞതുപോലെ അർത്ഥം ഉണ്ടായില്ലേ? അർത്ഥം ഉള്ളതല്ല കവിത, അർത്ഥത്തിന് അപ്പുറമുള്ളതാണ് കവിത എന്ന് പറയുന്നത്. ആശയം ഉണ്ടായില്ലേ? മനോഹരമായ ഒരു ആശയം അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ? അത്തരത്തിലുള്ളതാണ് കവിത. വെറുതെ പറഞ്ഞല്ലോ, കുമാരദാസന്റെ പൂക്കാലത്തിൽ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലേക്ക് പൂക്കുന്നു തേന്മാവും പൂക്കുന്ന ശോകം വായിക്കുന്നു വേദിക്കും വർണ്ണങ്ങൾ പോവാ ചോക്കുന്നു കാളന്തി മേഘങ്ങൾ പോയി ചോക്കു. ആ കാടിനെതിരെ അന്തിയെ കുറിച്ച്, സന്ധ്യയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അല്ലെ? ഇന്ന് കാണുന്ന പലതും പ്രകൃതി നമ്മളൊരു കാലത്ത് പ്രകൃതിയെ കണ്ടിരുന്ന രീതി എങ്ങനെയാണ്, ഇന്ന് നമ്മൾ പ്രകൃതിയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? പ്രകൃതി എന്ന് പറയുമ്പോൾ കാട്, മല, പുഴ, കുന്ന്, തോട് എല്ലാം തീരുന്നു. വയലുണ്ടായിരുന്നു, ഇവയൊക്കെ എന്ത് ചെയ്യണം? അന്യം നിന്ന് പോവുകയാണ്. മനുഷ്യൻ ചൂഷണത്തിലൂടെ അവയെ കിട്ടിയിരുന്നു. അസ്വാർത്ഥതയ്ക്ക് വേണ്ടി മരങ്ങളൊക്കെ വെട്ടി തെളിച്ച് അല്ലേ? അപ്പോ അത്തരത്തിലുള്ള ചൂഷണ പ്രവർത്തികൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പ്രകൃതി തിരിച്ചു കോപിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കവി
ചൊല്ലി. അയാൾ സ്വയം ഓരോ വ്യക്തിയുടെയും ഒരു വരിയിൽ അല്ലെങ്കിൽ ഈ വരികൾ എത്തുമ്പോൾ ഒരാളുടെ മാത്രമല്ല എല്ലാവരുടെയായി മാറുമ്പോഴാണ് ആ സൃഷ്ടി ഉദാഹരണമാകുന്നത്. താമരക്കുളങ്ങൾ ബാക്കിലെ തൊപ്പിൽ കൂടി പ്രേമവേദന പാകി മറയും ഋതുക്കളെ ഏകാന്തമാണ് നദി തീരങ്ങൾ തേടി ഗാനനൗകകൾ കരളി കലമ്പലച്ചാനന്ദ സുഖ തേടി കവിതാ സമാധിയിൽ ഉറച്ച മലകളിൽ കഴിഞ്ഞതെല്ലാം മറന്നെനിക്കു കേറിപ്പറ്റാൻ കഥക തുറക്കുമോ. പ്രകൃതിവാസകനായ ഒരു കവി പ്രകൃതിയെ സ്നേഹിച്ച ആ സൗന്ദര്യം ആവാഹിച്ചെടുത്ത് കവിതയിൽ ചാലിച്ചൊരു കവി. ആ കവി എഴുതിയ ഒരു കവിതയാണ് ഇരുട്ടിലെ മനുഷ്യൻ. അവിടെ കവി സ്വയം പറയുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എല്ലാവരത്തേക്കും കേൾക്കും. താമര കുളങ്ങൾ തമ്മിലെ തോളിൽ കൂടി പ്രേമവേദന പാകി പറയുന്ന ഋതുക്കൾ കവികൾ ചെയ്യുന്നത് ഈ ഋതുക്കൾക്ക് മാനുഷിക ഭാവം കൊടുത്തിരിക്കുന്നു. ഋതുക്കൾ ഏതൊക്കെയുണ്ട് അറിയാമോ? സ്ഥലത്തല്ലേ ഓരോ കാലങ്ങൾ ഇങ്ങനെ വന്നു പോവുകയാണ്. കാലങ്ങൾ വസന്തം വന്നിട്ട് പോകും, അപ്പോഴത് പ്രേമവേദന ഭാവി പറയുന്നു എന്ന് കവി പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഇതിപ്പോ തരത്തിലുള്ള ഭാഗമാണ് അല്ലേ? അപ്പോ അതേപോലെ ഋതുക്കൾ പ്രേമവേദന ഭാവി പറഞ്ഞു പോയിരിക്കുന്നു. ഗാനനൗകകൾ പക്ഷികൾ പറക്കുന്ന കാരണം വെള്ളം തൊഴിലും പോലെ തോന്നുന്നു. ഗാനനൗകകൾ തുഴഞ്ഞു പോകും പറവം പറ്റങ്ങളെ കരളിൽ കലം പലറ്റ് ദുഃഖമൊക്കെ മാറി ആനന്ദ സമാധിയിലങ്ങനെ നിൽക്കേണ്ട മലകൾ. അപ്പോൾ പ്രകൃതിയിലെ മലകളോടും ഋതുക്കളോടും പിന്നെ പറവപ്പറ്റങ്ങളോടും ഒക്കെ അപേക്ഷിക്കുകയാണ് ഞാൻ പ്രകൃതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കവിയുടെ വിലാപമാണ് അവിടെ കേട്ടത്. പുഴയും കാടും മലയും കുന്നും ഒക്കെ പൊന്തിയുന്നു ഓരോന്നും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പി രാമചന്ദ്രൻ എപ്പോഴും പറയുന്നത് പി രാമചന്ദ്രന്റെ കാറ്റേ കടലിൽ എത്തിയ കവിതയിലേക്ക് വരികയാണ്. പുതിയ കാലത്തിന്റെ കവിത അതിലിങ്ങനെ പറയുന്നു: ഉമ്മറക്കോലായിൽ നിന്ന് എടുത്തു വയ്ക്കാൻ മറന്ന കിണ്ടി കളറുപൂവിൽ പോയി പുലർച്ചയ്ക്കൊരു കുഞ്ഞ് കാണാതാണ്. ഉമ്മറക്കോലായിൽ നിന്ന് എടുത്തു വയ്ക്കാൻ മറന്ന എന്റെ വീട്ടിൽ പന്തലക്കുന്ന് പൂത്രക്കുന്ന് പുളിയാറക്കുന്ന് പറക്കും. അവിടെ നിന്ന് ഏതൊക്കെ കുന്നുകളെ എടുത്ത് റോഡ് വികസനത്തിനായി കൊണ്ടുപോയി കൊണ്ടിരിക്കും. അപ്പോ നഷ്ടപ്പെടുന്ന കുന്നുകളെ പറ്റി മലകളെ പറ്റിയുള്ള വരുന്നത് ആരും പി രാമചന്ദ്രന്റെ കാറ്റിൽ കടലിൽ എന്നുള്ള കവിതയിൽ കാണും. കാടവിട മക്കളെ ഒരു കാലം കല്ലിപ്പ പണിക്കർ എഴുതി: കാടവിട മക്കളെ മേടവിട മക്കളെ കാട്ടുപോയി തകിടിയുടെ നേരവിട മക്കളെ കാറ്റിലുയർന്ന പൂങ്കാവിട മക്കളെ ഉച്ചയ്ക്കു കുട്ടികൾ ഞെട്ടിത്തളരാത്ത വിദ്യാലയങ്ങളുടെ നാടവിട മക്കളെ. നാടവിട മക്കളെ കാടവിട മക്കളെ ചോദിച്ച കവിയാരെ കയ്യൊപ്പിടിക്കും അല്ലെ? അദ്ദേഹത്തിന്റെ വിഷയത്തോടുള്ള ഒരു കവിതയുണ്ട്. ഇവിടെ കവി പറഞ്ഞതുപോലെ ഒരു കാലം നൃത്തത്തിൽ ചാടിയിട്ട് നൃത്തത്തിൽ പുറത്ത് ചാടാം. കാർട്ടൂൺ കഥകളൊക്കെ ധാരാളം എഴുതി ആ കവി. ഈ ചേപ്പാറ്റ വിട്ടുപോൽ പാറ്റയെ പൂച്ച വിട്ടുപോൽ എന്നൊക്കെ പറഞ്ഞ കഥകൾ ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. പലതരത്തിലുള്ള കവിതകളുടെ വേർഷൻസ് ഉണ്ട് അല്ലെ? എന്ന് പറയുമ്പോ ഉത്തരാധുനിക കവിതകളിലേക്ക് കടന്നിരിക്കുകയാണ്. പി രാമചന്ദ്രൻ, അതുപോലെ ടി രാജീവ്, രാഷ്ട്രതന്ത്രത്തിലെ മത്സ്യം. ഈ ഉത്തരാധുനിക കവിത ഒരു കാലത്ത് നമ്മള് പ്രാചീന കവിതയെ അറിയാം. ആരൊക്കെ? ഭാഷയുടെ പിതാവ് അറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? ചടങ്ങിപ്പം കഴിഞ്ഞ കാലം കൂടെ ഇങ്ങനെ ഓർത്തെടുക്കണം. മഹത്തായ ഗ്രാമീണ സംസ്കാരം നമുക്കുണ്ട് അല്ലെ? എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടോടുകൂടി ഏത് കൃതികളാണ് വരുന്നത്? വെളിപ്പാട്ട പുസ്തകത്തിന്റെ അവിടെ സ്വരം കേട്ടത്
ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ? പാട്ട്, പാട്ട്, എല്ലാവരും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഭാഷ ഈ മലയാള ഭാഷയുടെ പിതാവായി പാഠ്യപുസ്തകത്തിൽ രൂപം കൊടുത്ത് കടന്ന് വന്ന എഴുത്തച്ഛൻ അല്ലേ? മുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചനം കൃഷ്ണസാഗരത്തിലെ മുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചനം നഷ്ടമാ ആയുസ്സുനോക്കനി ബാക്കി സന്തോഷസ്ഥാപം വിപുന സലീമം മധ്യജന്മം ക്ഷണപുരം. ലോകത്തിന്റെ ആ ജീവിത ദർശനങ്ങൾ കാണുകയും നമ്മുടെ ഈ സുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷണപ്രഭ പെട്ടെന്ന് മിനി തീരുന്നതാണ്, പെട്ടെന്ന് പോകുന്നതാണ്. ഈ ലോകത്തൊന്നും സ്ഥിരമായിട്ടില്ല അല്ലെ? കാലം കഴിയുമ്പോ ഓരോന്നും കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തില് ചിരിക്കാൻ കവിയാണ് ആരും എഴുത്തച്ഛൻ. അവിടെ നിന്ന് തുടങ്ങി മലയാള ഭാഷയിലെ സാഹിത്യം രൂപപ്പെട്ടു. ആദ്യം രൂപപ്പെട്ടത് എന്താണ്? കഥയാണോ കവിതയാണോ? എന്താണ്? അതെ, പദ്യ സാഹിത്യം. അതാണ് ആദ്യം ഉണ്ടായത്. 16-ാം നൂറ്റാണ്ടോടുകൂടി എഴുത്തച്ഛന്റെ കാലഘട്ടത്തോടുകൂടി കവിതാ സാഹിത്യം ഇങ്ങനെ പുഷ്ടിപ്പെട്ട് പിന്നെ വന്ന അടുത്ത കാലത്ത് കേരളമ്മയുടെയൊക്കെ കാലത്ത് 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഗദ്യ സാഹിത്യം പുഷ്ടിപ്പെട്ടത്. പിന്നീടാണ് ചെറുകഥ, കഥ, നോവൽ, നാടകം ഇങ്ങനെ വിവിധ അല്ലേ കാര്യങ്ങൾ കടന്നു വന്നത്. ഭാഷയിൽ സാഹിത്യത്തിൽ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ കടന്നു വന്നത്. അപ്പോ ഒരു കാലത്ത് പദ്യത്തിലൂടെയായിരുന്നു തുടക്കം. പിന്നെ വന്ന ആ കാലഘട്ടം കഴിഞ്ഞ് മുൻമണി കവികൾ, മലയാള കവികൾ അല്ലെ, മണിപ്രവാള കവികൾ, അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. 14-ാം നൂറ്റാണ്ടിൽ പാട്ട് സാഹിത്യം, ചിരാമകവി. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതേക്കുറിച്ചൊക്കെ സാഹിത്യത്തെ കുറിച്ച് കൂടുതൽ പഠിക്കും. അപ്പൊ എഴുത്തച്ഛന്റെ കാലഘട്ടം കഴിഞ്ഞ് വിവിധ കവികൾ അവരൊക്കെ ഓരോന്നും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കവിതാ വിഷയമാക്കി മാറ്റി. പിന്നീട് വന്ന നമ്മള് ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. ആധുനിക കവിതകൾ ആരൊക്കെ? അതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ക്ലാസ്സിൽ കുമാരദാസന്റെയും വെള്ളത്തോണ്ടിയൊക്കെ വെള്ളത്തോൾ നാരായണന്റെയൊക്കെ കൃതികള് കവിതകൾ പഠിക്കാതെ വന്നിട്ടില്ല. ആശാനൊക്കെ എഴുതുമ്പോൾ ആ ഒരു പ്രത്യേകത, ഓരോരുത്തരുടെ എഴുത്തിന്റെ പ്രത്യേകത. ആശയലിപി എന്നാണ് പറയുന്നത് അല്ലേ? ഒരു ചെറിയൊരു പൂവ് ഒരു കവിയുടെ മനസ്സത് കണ്ട് വീണപ്പൂവ് എന്ന് പറയുന്ന ഒരു കൃതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ആ പുഷ്പമേ പൂനകളുടെ എഴുതിയതാണ്. ആ പുഷ്പമേ അധികൃത പദത്തിലെത്ര ശോഭിച്ചിരുന്നില്ല ശ്രീഭൂവി ഇന്നുവിന്റെ ആ ഭൂതിയെന്നു പുനരെങ്ങു കിടത്തിലോട്ടാൻ. അതില് അധിക ദുഃഖ പദത്തിൽ എത്ര ഭംഗിയായിട്ട് ശോഭിച്ചു നിന്നതാണ്. ഇപ്പന്താ ഇതിലൂടെ ഒരു ജീവിത ദർശനം നമ്മളെല്ലാവരും ഈ സമയത്ത് ഇങ്ങനെ പ്രവൃത്തിയോടെ സുന്ദരമായിട്ടില്ലേ? അങ്ങനെ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഈ മണ്ണിലേക്ക് അടർന്ന് വീഴേണ്ടതാണ്. ശ്രീ ഭൂമി അസ്ഥിരം. ഈ ഭൂമിയിൽ അസ്ഥിരമായിട്ട് ഉള്ളതാണ്. ഭൂമിയിൽ ശ്രീ ഭൂമി അസ്ഥിരം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസ്ഥിരമാണ്, സ്ഥിരമായിട്ടുള്ളതല്ല അല്ലേ? ഐശ്വര്യം പറഞ്ഞപ്പോ ഈ പ്രൗഢിയോടെ നമ്മൾ താഴെ വീണ് കിടക്കുന്നത് കണ്ട് അദ്ദേഹം തന്നെ. ഇപ്പൊ നമ്മൾ എഴുതുമ്പോ ലോകത്ത് മൊത്തത്തിലുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതില് ഉണ്ടാകുന്ന ഒരു കവിത എഴുതുമ്പോൾ ഇപ്പോൾ കവിതാരൂപത്തിലുള്ള കഥകളാണ് വരുന്നത്. മനോഹരമായ കാവ്യ ഭാവനയുള്ള വരികളാണ്. അപ്പൊ നമ്മൾ മുമ്പ് ക്ലാസ്സിലൊക്കെ നമ്മളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? കവിത എന്ന് പറയുന്നത് എന്താണ്? പറയാതെ പറയുന്നതാകണം, അതിനകത്ത് ആശയങ്ങൾ ഉണ്ടായിരിക്കണം, ചിന്തോദ്ദീപനമായിരിക്കണം, ബിംബങ്ങളും ചമത്കാരങ്ങളും പ്രയോഗങ്ങളും ഒക്കെ അതിനകത്ത് മനോഹരമായ പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കണം. രണ്ട് വാക്കുകൾ എടുത്ത് ചേർക്കുമ്പോൾ അത് ഒരു മായിക പ്രപഞ്ചം സൃഷ്ടിക്കും. ഒരു വാക്ക് പുഞ്ചിരി, അപ്പൊ അത് നമ്മൾ കേൾക്കുന്ന അവസ്ഥ അല്ലേ? പുഞ്ചിരി. അതിനോടൊപ്പം വഞ്ചന എന്ന് ചേർക്കുമ്പോ അതിന്റെ അർത്ഥമാണ് വഞ്ചന, പുഞ്ചിരി. അപ്പൊ എന്തൊക്കെയോ ഉണ്ട്
ഇങ്ങനെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അതാണ് കവിതയിലുള്ളത്. വാച്യത്തിനപ്പുറം എന്തുണ്ടാവണം? വ്യംഗ്യം അല്ലെങ്കിൽ ധ്വനി ഉണ്ടായിരിക്കും. അല്ലെ? കവികളുടെ കവിതകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അറിയാം. വെള്ളം തെളിഞ്ഞു കിടക്കുന്നു, അല്ല തെളിവെള്ളം എന്നുള്ളതിൽ കവി പറഞ്ഞതാണ് വിട്ടല നീല നിറങ്ങളെല്ലാം കൊണ്ടുകിടന്നിരുന്നു വന്നു. എന്താണ് പറഞ്ഞത്? ആകാശത്തിലെ നീല നിറമൊക്കെ അതാ കൊണ്ടുകിടത്തിൽ ഇരുന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ വെള്ളം തെളിഞ്ഞു കിടക്കും കേട്ടോ. അപ്പൊ അതിലുള്ള ഒരു ഭംഗി അല്ലേ? അപ്പോ അത്തരത്തിൽ അതുപോലെ പര്യായ പദങ്ങൾ, ഇപ്പോ പേന, പെൻസിൽ, ഒരു കവിതയ്ക്കകത്ത് നമ്മൾ പേന കൊണ്ട് എഴുതുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നേരെ ചെറിയ പറയുന്നു ഞാൻ പേന കൊണ്ട് എഴുതിയിരുന്നു. പക്ഷെ അവിടെ ആ പേന, പെൻസിൽ നമ്മൾ പേനയ്ക്ക് പകരം തൂലിക എന്ന് പ്രയോഗിക്കും. തൂലിക എന്ന് പ്രയോഗിക്കുമ്പോൾ വേറെ ഒരർത്ഥം വരും. തൂവൽ വലിച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു വേദന. മോളുടെ കഥയ്ക്കകത്ത് തൂവലുകൾ കടന്നു അല്ലെ? ആ തൂവലുകൾ, ഈ തൂവൽ ശരീരത്തിൽ നിന്ന്, പക്ഷിയുടെ ശരീരത്തിൽ നിന്ന് എടുത്തിങ്ങനെ മാറ്റുമ്പോൾ ഒരു വേദനയുണ്ട്. ഒരു സൃഷ്ടി പിറക്കുമ്പോൾ ഒരു വേദനയുണ്ട്. ആ വേദനയുടെ ഒരു അനുഭവം നമുക്ക് കവിതയ്ക്കകത്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത്തരത്തിൽ ഒരു കഥ എന്ന് പറയുമ്പോ അതിനകത്ത് ഇങ്ങനെയുള്ള കഥകൾ എല്ലാവരും പോലെ ആവണമെന്നില്ല. കഥയുടെ ഒരു മുഖ്യ സ്വഭാവം എന്ന് പറയുന്നത് അവ്യവസ്ഥ തത്വം എന്ന് വിജയൻ പറയുന്നുണ്ട്. എന്താണ് അവ്യവസ്ഥ തത്വം എന്ന് പറയുന്നത്? ഒരു വ്യവസ്ഥയില്ലായിരുന്നു. അതായത് വാഴക്കുലയെ ഒരാളെ നോക്കി കാണുന്നുണ്ട്. വാഴക്കുലയെ പിന്നെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഒരു തുള്ളലുണ്ട്. അതിനകത്ത് ആ വാഴക്കുല പാഞ്ചാലിക്ക് പൂവന്വേഷിച്ച് നടന്നുപോയപ്പോൾ കദളിമരത്തിലെത്തുന്നു. അവിടെ ഇഷ്ടംപോലെ പഴങ്ങൾ വിളഞ്ഞു കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? പക്ഷികളൊന്നും വന്ന് കൊത്തി തിന്നുന്നില്ല. ആ മനോഹാരിതയെ പച്ചക്കടലിൽ കുലകൾക്കിടക്കിടെ വെച്ചത്തിൽ നിന്നാൽ പഴുത്ത പഴങ്ങൾ പച്ചരത്തക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള എന്നാണ് പറയുന്നത്. ഗോമേതങ്ങളെ കുറെ രംഗങ്ങളെ പോലെ ഇങ്ങനെ താരതമ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വേറൊരു കവി അതിനെന്ത് ചെയ്യുന്നു? വാഴക്കുല എഴുതിയാലും വാഴക്കുല മലയാളത്തിലെ ഏറ്റവും കൂടുതൽ മനോഹരമായ കവിതകൾ എഴുതിയ, മനോഹരമായ വാക്കുകൾ കൊണ്ട് കവിത രചിച്ച കവിയാണ് നമ്മുടെ. അതിലെ വാഴക്കുല അല്ലെ, അത് മലയപ്പുരയിൽ തന്റെ മുറ്റത്തൊരു വാഴ നാട്ടുപിടിപ്പിച്ച് അത് വളർന്ന് വലുതായി അഴകത്തിയിട്ട് അതിന്റെ മക്കളൊക്കെ അതിനെ വളർത്തിയെടുത്ത് വെള്ളം ഒഴിച്ചൊക്കെ വളർത്തിയെടുത്തു. അത് വിളഞ്ഞിങ്ങനെ വന്നപ്പോ ആ പഴത്തെ എന്ത് ചെയ്യുന്നു? അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്താണെന്നല്ല, ജന്മിക്ക് അവകാശപ്പെട്ടതാണ്. തമ്പുരാൻ കൽപ്പിച്ച മക്കളെ നമുക്ക് അവകാശമില്ല, വെട്ടിക്കൊണ്ട് പോകാൻ പോകുന്ന ആ ഒരവസ്ഥ, അത് മലയപ്പുരയിലെ ആശയം, പ്രത്യാശയും സങ്കടമൊക്കെ അവിടെ കടന്നു. നോക്കണം, ഒരു കാര്യത്തെ രണ്ടുപേര് നോക്കി കാണുന്ന രീതി, അതാണ് അവ്യവസ്ഥ. ഇപ്പൊ ഒരു കവിത ഒരു കാര്യത്തെ തന്നാൽ പലതും പല രീതിയിൽ. മേഘത്തെ കാണുമ്പോൾ എന്തായിരുന്നു? മേഘത്തെ കാണുമ്പോൾ എന്തായിരുന്നു? പറന്ന് നടക്കുന്ന പഞ്ഞിക്കെട്ടുകൾ പോലെ. പഞ്ഞിക്കെട്ടുകൾ പോലെ എന്തൊക്കെ രൂപങ്ങൾ? പലതരത്തിലുള്ള രൂപങ്ങൾ. ചിലപ്പോൾ ഒരു പൂച്ചയുടെ രൂപം പോലെ, മൃഗങ്ങളുടെ മോനെന്തോ ആകാശത്ത് നോക്കാറില്ലേ? ഇപ്പൊ നോക്കാം എപ്പോഴെങ്കിലും സമയം കിട്ടാൻ. മൊബൈലിനകത്ത് ഇങ്ങനെ ഇങ്ങനെയാണോ? അല്ല, നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ആകാശം ചുറ്റുവട്ടത്തോടെ പോലെ, ആടിനെ പോലെ, പട്ടിയെ പോലെ, പശുവിനെ പോലെ അല്ലെ? ഇവിടെ ഈ പറഞ്ഞതുപോലെ വള്ളത്തോട് എനിക്ക് തോന്നിയത് എന്താണ്? പഞ്ഞിക്കെട്ട് പോലെ തോന്നും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ കാലത്തിനനുസരിച്ച് സ്വാതന്ത്ര്യ സമരം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാലഘട്ടം. ദേശീയബോധത്തിന്റെ കവിയാണ് അല്ലെ വള്ളത്തോൾ എന്ന് പറയുന്നത്. ദേശീയ ഒരുപാട് കഥകളിൽ പ്രയോഗിച്ച എഴുത്തുകാരനാണ് വള്ളത്തോൾ എന്ന് പറയുന്നത്. പക്ഷെ സങ്കടമൊക്കെ പിടിച്ചിരിക്കുന്ന അവസരത്തിൽ മഴ വന്നിട്ടുണ്ട്, പനി പിടിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ മഴ വന്ന മഴ എന്തായിട്ട് വിഷമത്തിന്റെ അതായിരുന്നു. എന്തും മഴ ആ സമയത്തല്ല, എപ്പോഴെങ്കിലും മഴയെ കാണുമ്പോൾ എന്ത് തോന്നും? സന്തോഷം തോന്നും. ഇവിടെയാ ആകാശം കരയും. നല്ലൊരു പ്രയോഗമാണ്, നല്ലൊരു കൈയോട് ആകാശം കരയുന്നു കൈയോടെ എഴുതിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? നമ്മുടെ കലാകാരത്തിന് സ്നേഹത്തിന്റെ പ്രതീകം അങ്ങനെയാണ്. ഓ
കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നെല്ല് തണുത്ത കുളിർക്കാറ്റ് വന്ന് തഴുകുന്നു. സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഉൾക്കൊള്ള നല്ല കൈയടി കൊടുക്കണം. അല്ലേ, മഴ വന്ന് നമ്മുടെ തടിയിൽ വിളിക്കുമ്പോ പല രീതിയിൽ സുഖവുമായിരിക്കും. ആ കവിതപ്പോ മഴ വന്ന് തട്ടി വിളിച്ചപ്പോ യുവതിയാണ് ക്രാന്തി എന്നാണ് വിളിക്കുന്നത്. അല്ലെ, സുനാമിയൊക്കെ വന്ന സമയത്ത് മഴയോട് എന്ത് ദേഷ്യം വരുന്നല്ലേ, അത്രയും എടുത്തോണ്ട് പോകും. ഇപ്പൊ വെള്ളപ്പൊക്കം അല്ലേ, ആ ഒരു സ്ഥലം എവിടെയാണ്? ചുരങ്ങളല്ലേ. എന്ന മലനാട് ദുരന്തത്തിന്റെ ആ തീവ്രത അപാരമായിരുന്നു. ഒരേ സമയം നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പേ ഒരു ഗ്രാമത്തിന്റെ ആ പ്രദേശം ഒന്നാകെ എടുത്തുകൊണ്ടു നിന്നതിൽ എല്ലാവരും മണ്ണിന്റെ അടിയിലേക്കായിരുന്നു. എഴുതി ആരെങ്കിലും അല്ലേ, ആ സങ്കടങ്ങളിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഇന്നും വയനാട് ദുരന്തം അതൊരു വല്ലാത്ത വിളിയായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് വരികളായിട്ട് എഴുതിയിരിക്കുക അല്ലേ. അപ്പോഴൊക്കെ അവിടെയൊക്കെ ജനിക്കുന്ന പിന്നീട് വന്ന അല്ലെ കൊച്ചുകുട്ടി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു. ആഭരണങ്ങളൊക്കെ എല്ലാം പോയി. അച്ഛനമ്മ മക്കളെല്ലാവരും പോയി. ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു അല്ലെ. ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ മൊത്തം മണ്ണടി വീതെ ആ ജീവനുള്ള ആൾക്കാരെ കൊണ്ട് ഒരു ശവം കൂമ്പാരമായി മാറിയ ഒരവസ്ഥ. ഇതിനൊക്കെ കാരണം ആരാണ്? ആ മഴ അന്ന് വന്നല്ലേ, മഴയുടെ തീവ്രത അല്ലെ, മഴയുടെ ദുരന്തം, വെള്ളപ്പൊക്കം. ഒരുപക്ഷെ അവർ പറഞ്ഞത് ശരിയാണ്, കച്ചിരിക്കണ്ട. മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ അങ്ങനെയൊക്കെ കൊണ്ട് എത്തിക്കും. കാലം നിർത്തിയ കാലം അല്ലേ. കൂടുതൽ മഴ പ്രകൃതി ദുരന്തങ്ങളാണ്. അപ്പോ പ്രകൃതി ദുരന്തങ്ങൾ എന്ന വിഷയമാണ്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അതിന് നല്ല ഭാഷയിൽ കഥയായിട്ടോ കൃതിയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ അവസ്ഥയിൽ നിന്നാണ് ഞാൻ വന്നത്. കേരളത്തിലെ ജനങ്ങൾ മലയാളം നമ്മുടെ മാതൃഭാഷ അഭിമാനിക്കുന്നു. പക്ഷെ മലയാളത്തെ ഇപ്പോഴും നമുക്കൊരു വില കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇല്ല. എന്ത് ചെയ്യുന്നു? മലയാളമാക്കും, ദുഷിക്കും അല്ലേ. മലയാളത്തെ കുറിച്ച് നേരത്തെ വന്നി പറഞ്ഞതുപോലെ എന്താണ്? എത്ര സുന്ദരം, എത്ര പാടി നോക്കിയിരുന്ന പാടിയായിരുന്നു. എത്ര സുന്ദരം, എത്ര സുന്ദരം എന്റെ മലയാളം, ആദ്യം പറഞ്ഞ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കൊണ്ടുള്ള ഭാഷ, മാതൃഭാഷയുടെ മഹത്വം. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഗ്രൂപ്പിലും ഓരോരുത്തർക്ക് എഴുതാം. കഥ, കവിത, തിരക്കഥയാവാം. അപ്പൊ അത്തരത്തിൽ ഒരു രചന ഉണ്ടാകണം. ഒന്നുകൂടി വരൂ, ഒന്നാം പാടാമോ ഒരുമിച്ച്? എത്ര സുന്ദരം, എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കോർത്ത പൊന്നുപോലെ, മണ്ണിൽ വീണ് കുരുത്ത നെന്മണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടും പോലെത്രയിരകൾ, ഉള്ളിലേക്കു വിതച്ചവർ തന്നീനായി വന്നു. അന്നു പാടുകൾ മാറി വന്ന് അധ്വാനത്തിന്റെ പാഠം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് പാട്ടുകൾ ഉണ്ടായിരുന്നു, നാടൻപാട്ടുകൾ. പിന്നീട് അത് ആശയമൊക്കെ രൂപം കൊണ്ട് വന്നു. കാലത്തിനനുസരിച്ച് കവിതകൾ രചിക്കുകയുണ്ടായി. ഇനി മലയാള ഭാഷയെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഭാഷയെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? കുരിപ്പിഴ വരുന്നതിലേക്ക് കുരിപ്പിഴ പറയുന്നുണ്ട്. നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ പഞ്ചാര കഴിച്ചത് ഇഷ്ടമെന്ന് ഓടുവാൻ ചൊല്ലുവാൻ ചുണ്ടത്തിൽ നിന്ന് ചൂണ്ടിക്കുന്ന തന്നെയാണ് അമ്മ മലയാളം. പഞ്ചാരക്കട്ടേറെ ഇഷ്ടമെന്ന് ഓടുവാൻ ചൊല്ലുവാൻ ചുണ്ടത്തിൽ നിന്ന് ചൂണ്ടിത്തന്ന നന്മയാണ് അമ്മ മലയാളം. നമ്മുടെ സ്വന്തം കൃഷ്ണൻ ആണോ? ചിന്തിക്കുന്നത് കൃഷ്ണൻ അല്ല, നമ്മുടെ ഭാഷ വേണം അല്ലേ, മാതൃഭാഷ. പക്ഷെ ആ ഭാഷയിൽ നമ്മൾ നില കൊടുക്കുന്നില്ല. അതാണ് കവി പറയുന്നത്. വിറ്റുവോ നിങ്ങളെന്റെ മലയാള ഭാഷയിൽ? ഇതാണ് ആദ്യം പറയുന്നത്. ഇത് കുരിപ്പിഴയുടെ അമ്മ മലയാളത്തിലുള്ളതോ? കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ചതിച്ചേ അറിഞ്ഞു ചിരിച്ചതാ
നിൽക്കുമോ നീ എൻ്റെ ചുറ്റുമോ നീ എൻ്റെ മലയാള ഭാഷയെ. അത് പറയുന്നുണ്ട്, എവിടെ എവിടെ സഹ്യപുത്രി മലയാളം, എവിടെ എവിടെ സ്നേഹപൂർണ്ണ മലയാളം എന്ന് കവി പറയുന്നുണ്ട്. അപ്പോ ഇന്ന് നമ്മളെ അറിയിക്കുന്നതാണ് നമ്മുടെ ഭാഷയെ സ്നേഹിക്കേണ്ട മാതൃഭാഷ എന്ന ദിവസമാകുന്ന നവംബർ 1 അല്ലെ, കേരള പ്രതിദിനം. മലയാളികൾക്ക് മലയാളത്തെ ഉൾക്കൊള്ളേണ്ടതിന്, ഭാഷയെ സ്നേഹിക്കേണ്ടതിന്. അതുകൊണ്ടാണ് ഇതുകൂടി നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പോ മാതൃഭാഷ, ഭാഷയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത, ഭാഷാ പ്രശ്നം അല്ലെ. നമ്മുടെ ECT സുദർശൻ പറയുന്ന ഒരു ഫിസിക്സ് ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്നെ ഫിസിക്സിൽ ഇത്രയും കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്താൻ പ്രചോദിപ്പിച്ചത് ഒരു കാലത്ത് എന്റെ മലയാള ഭാഷയുടെ ക്ലാസ്സിൽ, അന്ന് മലയാള ഭാഷയുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ പദച്ഛേദം, പദാർത്ഥം, വാക്യം ഓരോന്ന് തിരിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു വാക്യത്തിന് പല അർത്ഥങ്ങളും ഉണ്ടാകാം എന്ന തിരിച്ചറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്? ആ മലയാള ഭാഷയുടെ ക്ലാസ്സിൽ നിന്നാണ്. അന്ന് ആ മലയാള ക്ലാസ്സിൽ ഇരുന്നതാണ് ഭാവിയിൽ ഫിസിക്സിൽ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നൽകാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പ്രഗത്ഭനായ ഫിസിക്സ് ശാസ്ത്രജ്ഞൻ നോബൽ സമ്മാനത്തിന്റെ അടുത്ത് വരെ ചേർന്ന് പരിഗണിക്കപ്പെട്ട മനുഷ്യൻ കാണുന്നത്. അപ്പോൾ ഒരു പ്രശ്നം അല്ലേ. പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. നമ്മൾ കൊണ്ടുവന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അറിയിക്കും. ഒരു കാര്യത്തിൽ തന്നെ പലതായിട്ട് കാണാനുള്ള ഒരു കഴിവ്, ഒരു ചിന്ത പങ്കുവയ്ക്കുന്നതാണ് അല്ലേ, ഇത്തരത്തിലുള്ള. അപ്പൊ പാരിസ്ഥിതിക പ്രശ്നം. പിന്നെ ഒന്ന് നിങ്ങളൊക്കെ അവതരിപ്പിച്ച സ്ത്രീ പ്രശ്നം അല്ലേ. സ്ത്രീ ഇന്നും അനുഭവിക്കുന്ന ആ ഒരു സങ്കടം ഒരു കഥയിലൂടെ കേട്ടു. അത്തരത്തിൽ സ്ത്രീ പ്രശ്നങ്ങൾ വരുന്നത് അതിനെ നിങ്ങൾക്ക് തിരക്കഥയാക്കി എഴുതാം, കഥയാക്കി എഴുതാം, കവിതയാക്കി എഴുതാം അല്ലേ. അതിൽ നിന്ന് ഒരു സ്ത്രീ അനുഭവിക്കുന്ന അവരുടെ കഥയെഴുതണമെങ്കിൽ തിരക്കഥയാക്കി മാറ്റാം, കവിതയാക്കി മാറ്റാം. സ്ത്രീ അനുഭവിക്കുന്ന കവിത ചൊല്ലിയത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, കണ്ട് കേട്ട് കാണും. അതുപോലെ പുരാണങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് എഴുത്തുകാരെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചർച്ചയ്ക്കിടാം. നമ്മുടെ മോളെ എഴുതിയ ആ കഥയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലേ, സ്ത്രീ അവസാനം വന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടില്ല, പെണ്ണെന്ന് പറഞ്ഞ് എന്നെ കാച്ചിടാൻ പറ്റില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത്. KR മീരയുടെ ഓർമ്മയുടെ ജനനം എന്ന കഥയിൽ പറയുന്നുണ്ട്, ഒരു വൃദ്ധയും പെൺകുട്ടിയും തമ്മിലുള്ളതാണ് അവരുടെ സംഭാഷണത്തിലൂടെ അതിനകത്ത് വരുന്നത്. വൃദ്ധ പറയുന്നു, അവരെ വിവാഹം കഴിച്ച് വീട്ടിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടുത്തെ അവിടെ ചെയ്യുന്ന അവരനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ, മനസ്സിന്റെ വിഷം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിന് താൻ ആഗ്രഹിക്കുന്ന പേരിടണമെന്ന്, അത് സമ്മതിക്കുന്നില്ല. ഡൽഹി കാണാൻ പോകണമെന്നുണ്ടായിരുന്നു, സമ്മതിച്ചില്ല. പെണ്ണായാൽ തരണം, ചോറും കറിയും വയ്ക്കണം എന്നുള്ള അന്നത്തെ ആ ഒരു നീതിയൊക്കെ ചോദ്യം ചെയ്യുന്നു. പുതിയ കാലത്തെ പെൺകുട്ടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന വഴി കാണുന്നു. അത് നിങ്ങൾ ക്ലാസ് അതൊക്കെ പഠിക്കും. അപ്പോ ഈ പറഞ്ഞത് സ്ത്രീ പ്രശ്നങ്ങൾ, സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങൾ അല്ലെ. ഇന്നും ഒരുപാട് പേര് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താണ് അതിങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അറിവോ അറിയാതോ അതിലേക്ക് ചെന്ന് വീഴുകയാണ്. ഒരുപാട് പേർ പീഡിപ്പിക്കപ്പെടും അല്ലെ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോയി ഭയങ്കര പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നു അല്ലെ. അത്തരത്തിലുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളറിയാതെ പലയിടത്തും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വിസ്മയ, ഓർമ്മയുണ്ടോ, ജിഷ, ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നു. നിയമവിദ്യാർത്ഥിയായിരുന്നു, പഠിക്കാൻ നിർത്തിയില്ല, പറ്റിയില്ല. കാപാലികന്മാർ എന്തൊക്കെയാണ് അറിയുന്നുണ്ട്. നമുക്ക് മുന്നിൽ തന്നെ നടക്കുന്ന കാലത്ത് ഓരോ മേഖലയിലും അപ്പൊ അത്തരത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടുന്നത്? സ്ത്രീ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിവിധ
പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. കേട്ടല്ലോ. അപ്പോ നമ്മള് കേരളത്തിന്റെ ഒരു അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകം നിങ്ങൾക്ക് തന്നു, അത് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നത് കവിത എന്ത് എങ്ങനെ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്? ഒരു കാര്യത്തിന്റെ ചൊവ്വേ പറയുന്നതല്ല, അതിനകത്ത് ആശയം ഉണ്ടായിരിക്കണം. വെറും വാച്യമായിട്ട് പറയുന്നതല്ല, അതിനകത്ത് ഗംഭീരമായിട്ട് ഒരുപാട് ചിന്തിക്കുവാനുള്ള ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിനകത്തൊരു ഭാവം കടന്നു വരും അല്ലെ? പലരും ചൊല്ലിക്കാഴ്ച നീരിൽ തുടുത്തതിൽ നിലത്തൊടുമ്പോൾ എന്ന് പറയുന്നിടത്തുള്ള പ്രണയഭാവം. പിന്നെ മൂർത്തമുണ്ട്, അമൂർത്തമുണ്ട്. മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ കാണാൻ കഴിയും. മൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ. അമൂർത്തമായിട്ടുള്ളത് സ്നേഹം, പ്രണയം, വാത്സല്യം. വാത്സല്യം എങ്ങനെയാണ് അറിയുന്നത്? അനുഭവം. നല്ല വാത്സല്യം, അമ്മയുടെ വാത്സല്യം അനുഭവിച്ചേ അറിയാൻ പറ്റൂ. അപ്പോ അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ അവതരിപ്പിച്ചു തരും. അലങ്കാരങ്ങളിലൂടെ നമുക്ക് പരിചിതമുള്ള കാര്യങ്ങളിലൂടെ അത് മനസ്സിലാക്കി തരും. പിന്നെ ജീവിതഗതിയായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കടന്നു വരുന്നത്. പിന്നെ സമകാലിക പ്രശ്നങ്ങൾ ഉണ്ടാകണം അല്ലെ? നല്ല ഭാഷാശൈലി പ്രയോഗങ്ങൾ ഒക്കെ അതിനകത്ത് ഉണ്ടാകണം. പിന്നെ പറഞ്ഞതുപോലെ കാലത്തെ അതിജീവിക്കുന്നവയാണ്. പണ്ട് എഴുതിയ ഒരു കവിതയായി കാലത്തിന്റെ ഒരു കവിത മത്സ്യം എന്ന ഒരു കവിത പി രാജീവൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത്തിരി പോന്നൊരു മത്സ്യം ഒറ്റയ്ക്ക് കടത്തിരയോട് പൊരുതി നിന്നു. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികളും എന്ന് പറഞ്ഞു മത്സ്യത്തെ, ഒരു ചെറു മത്സ്യത്തെ എടുത്ത് കാണിക്കുന്നു. ഈ ഒരു ചെറു മത്സ്യം എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥതലങ്ങൾ തരുന്നു. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇത്തിരി പോകുന്ന മത്സ്യം ഒറ്റയ്ക്ക് കടൽ തിരയോട് പൊരുതി നിന്നു. അതാണ് ചെറുതുകൾ അതിജീവിച്ച് മുന്നേറുന്നു എന്നതാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോ പുതിയ കാലത്തിന്റെ കവിതകൾ വരുമ്പോ ഇത്തരത്തിലുള്ള പ്രതീകങ്ങൾ എടുത്ത് കാണിക്കുന്നു. മത്സ്യം എന്ന് പറയുന്നത് ഒരു മത്സ്യം മാത്രമാണോ? അല്ല, അത് അതിജീവനത്തിന്റെ പ്രതീകമായി മാറുന്നു. സ്വാതന്ത്ര്യദാഹിയായ ഒരു പോരാളിയായി മാറുന്നു. ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുകയാണ്. ആര് പൊരുതി നിൽക്കുകയാണ്? മത്സ്യം ഒറ്റയ്ക്ക് കടൽത്തിരയോട് പൊരുതി. അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഭാഗീയതകൾക്കും അതിജീവിച്ച് അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മത്സ്യത്തിന് സാധിക്കും. അവന്റെ ചുറ്റും വലക്കണ്ണികളും വായ്ത്തലകളും ചൂണ്ടക്കൊളുത്തുകളുണ്ട്. നമ്മൾ നടക്കുന്ന വഴി സൂക്ഷിക്കുക. ചൂണ്ടക്കൊളുത്തുകളുണ്ട്, വായ്ത്തലകളുണ്ട് അല്ലെ? ഇവയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. മത്സ്യം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ്. നിങ്ങൾ ഒരു കാര്യത്തെ എടുത്തെഴുതുന്നു, അപ്പോൾ അതിന് മാനുഷിക ഭാഗങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു കവിതയിൽ ജീവിത ദർശനങ്ങൾ ഉണ്ടാവണം, പറയാതെ പറയുന്നുണ്ടാവണം. പിന്നെ സമകാലിക പ്രശ്നങ്ങൾ ഇത്രയും നേരം പറഞ്ഞതല്ലേ? സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ട്. അതാണ് അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ എന്തൊക്കെയാണ് ഒരു കവിത എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾച്ചേരണം? കവിത ഇങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ? അവ്യവസ്ഥിതത്വം. പക്ഷെ അതിൽ മായിക പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ ഒരു കവിത കേൾക്കുമ്പോൾ അതിനകത്തൊരു അനുഭൂതി കടന്നു വരുവാൻ സാധിക്കും അല്ലെ? നമ്മൾ പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞപ്പോ അല്ലെ, ഭൂമിയുടെ നാശത്തെ കുറിച്ച് വരാൻ പോകുന്ന ഭൂമിയുടെ ജലഗീതം പാടിയിട്ടുള്ള ഒരു കവിതയുണ്ട്. ആ വരികളെ ചൊല്ലാമോ? ഇനിയും മരിക്കാത്ത ഭൂമി, വേണ്ട, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നൃതി നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നിന്നെ കുറിച്ച ഗീതം.
മൃതിയുടെ കറുത്ത വിഷപുഷ്പം. നോക്കണം, വിഷപുഷ്പം, കറുത്ത വിഷപുഷ്പം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രത്യേകത വിശേഷണങ്ങൾ ചേർത്തുകൊണ്ട് ഒരു വാക്ക് നേരെ പറയുന്നതല്ലാണ്ട് ഒരു വിശേഷണം ചേർത്ത് അല്ലേ? സുന്ദരമായ പൂവ്, മനോഹരമായ പൂവ് അല്ലെ? കറുത്ത വിഷപുഷ്പം, പുഷ്പമാണ് പക്ഷെ വിഷപുഷ്പവും. കറുത്ത വിഷപുഷ്പം എന്ന് പറയുന്ന എന്തായിരിക്കാം? കറുത്ത വിഷപുഷ്പം എന്തായിരിക്കാം? ഭൂമിയിൽ അന്തരീക്ഷം മലിനമായി കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ കുറച്ച് ശാസ്ത്രമൊക്കെ കൂടെ ചേർക്കാം അല്ലേ? എന്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതിന്റെ അളവ് കൂടി വരികയാണ് അന്തരീക്ഷത്തിൽ. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടി വരികയാണ്. ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നു? വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നിഴലിന്റെ നാളെ വരവിക്ക് ഉയരറ്റ നിന്നുകത്ത സുബിന്ദുക്കളാൽ, ഉയരറ്റ നിന്നുകത്ത സുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കാൻ ഇല്ലാതെ ഇത് നിനക്കായി ഞാൻ കുറിച്ചിടും. ഭൂമിയെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഓരോ ദിവസം കഴിയുന്നതോറും ഭൂമി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അന്തരീക്ഷം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഓസോൺ പാളികൾ എല്ലാം വീടുകൊണ്ടിരിക്കുന്നു അല്ലെ? പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയൊക്കെ അതിനകത്ത് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. ഓരോ കവിത എഴുതാനും അതിനകത്ത് ഒരുപാട് നമ്മൾ നേരെ പറയുന്നതല്ല, ഒരർത്ഥമല്ല, അതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒരുപാട് അർത്ഥതലങ്ങളെ നിഷ്പാദിപ്പിക്കുവാൻ കഴിയണം. അതായിരിക്കണം ഒരു കവി, എഴുത്തുകാരൻ, കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിമ്പലുകൾ. കേട്ടല്ലോ, പര്യായങ്ങൾ, ഭൂമിക്ക് പല പര്യായങ്ങളും അല്ലെ? പണ്ടത്തെ കവികളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അല്ലേ? ആശാനോർ വെള്ളത്തോൾ, പിന്നെ നമ്മൾ കണ്ട വൈലോപ്പിള്ളി അല്ലെ? നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ട ഒരു കവി വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ് കേട്ടിട്ടുണ്ടോ? ഇവരുടെ എഴുത്തുകൾ, കവിതകൾ എടുത്തു വെച്ച് വായിക്കണം. ആ ഒരു കാലത്തിൽ നമ്മൾ പരിചിതമാകും. എന്നാൽ പുതിയ കാലത്തേക്ക് വന്നത് ഇത് നമ്മൾ ഉൾക്കൊള്ളണം. ഒരു കാലത്ത് എഴുതിയതുപോലെയാണോ കഴിഞ്ഞ കാലത്തിന്റെ വരികൾ? അത് കഴിഞ്ഞ് ഉത്തരാധുനിക കവിതയിലേക്ക് വന്നപ്പോൾ ഇപ്പൊ കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു വാക്കിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു കടലിലുണ്ട് 1000 കാര്യം. ഒരു കടൽ എന്ന് പറഞ്ഞു, കടൽ എന്ന് പറയുന്നത് ഒരു കടൽ. ആ കടലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ എഴുതാം? കടലിൽ എന്തൊക്കെ ഉണ്ട്? കടലിൽ തിരമാലയുണ്ട്. കടലെന്ന് പറഞ്ഞ എഴുതി നോക്കിയേ. കടലിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കുന്നത് എന്തൊക്കെ എഴുതാൻ പറ്റുന്ന എഴുതി നോക്കി. കടലിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? 2 മിനിറ്റ് സമയം. കടലിൽ എന്തൊക്കെയുണ്ട്? കടലെന്ന് പറയുന്നത് അതിനകത്ത് എന്തുണ്ട്? മീന്, ചെറിയ ജീവികളുണ്ട്, വലിയ ജീവിയുണ്ട്, ചെറിയ ജീവിയുണ്ട്. ചെറിയ ജീവികൾ വലിയ ജീവികൾ ഭക്ഷിക്കുന്നു. എത്രയോ പേരുടെ ആവാസം. അത്തരത്തിൽ ഒരു കടൽ എന്ന് പറയുമ്പോ അതിനകത്തൊരു വൻകരയാണ് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോ നിങ്ങൾ ഉച്ചയ്ക്ക് ഇരുന്നൊന്ന് എഴുതുക. അപ്പൊ ഇനി കവിതയെ കുറിച്ച് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യണം. നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഓരോ ഗ്രൂപ്പിലും കുറച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ 40 ഒരു 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാകാം. അതിന് ഞാൻ ഗ്രൂപ്പാക്കി തരണം. മൂന്നാമത്തെ ഗ്രൂപ്പിന് മാലിന്യ ജ്വാല എവിടെ? ജ്വാല. ടീമിന് പേര് കൂടെ വെച്ചോളൂ. ഞാൻ പേര് കേട്ടു. സ്വയം എടുക്കൻ ഉള്ള അങ്ങനെയാണ് നമ്മള് ആദിത്യനാണ് ചോലയുടെ വിളിക്കുന്ന ആദിത്യം നല്ല ചെയ്യാം.
അമ്മിഞ്ഞ പാൽ മധുരിക്കും മധുരമാം ഭാഷ എൻ മലയാള ഭാഷ. തുഞ്ചന്റെ കിളി കൊഞ്ചി പാടിയ മധുരമാം ഭാഷ എൻ മലയാള ഭാഷ. പുഴയും പാടവും പഴമയും ചേർന്ന് പാടുന്ന ഭാഷ എൻ മലയാള ഭാഷ. എന്റെ നാവ് പഠിച്ച ആദ്യ സ്വരം എന്റെ മാതൃഭാഷ എന്നും മലയാളം. പുഴയൊഴുക്കിലെ പാട്ടുപോലെ കേരള മണ്ണിന്റെ സുഗന്ധം പോലെ. നെഞ്ചിതരാണ് കൊള്ളാമോ? ഒരു നല്ല കയ്യടി എടുക്ക്. കാറ്റ് അതിന് ശാന്തതയിൽ അലയടിക്കുന്നു. നെന്മണികളും ഇലകളും ചുവട് വയ്ക്കുന്നു. അലക്സും അവരുടെ ചർച്ചയിൽ മുഴുകിയിരിക്കുന്നു. അലക്സ്, ബിനീഷേട്ടാ, നമുക്ക് ഷോട്ടിനെ ചേരുന്നു. ബിനീഷ്, അതെല്ലാം ഞാനും അത് ആലോചനത്തെ കണ്ണിച്ചുകൊണ്ട് സോഫി കടന്നു വന്നു. സോഫി, അന്യം നിന്ന് പോകുന്ന മലയാള ഭാഷയിൽ വിദ്യാലയം. പ്രൊഡ്യൂസർ, ഇതൊക്കെ നിർമ്മിച്ചാൽ നിനക്ക് മുതലേ വിട്ടുപോകും. നല്ലൊരു കയ്യടി. രതിശോഭനം നയനമനോഹരം വശ്യസുന്ദരം എന്റെ കേരളം. തേങ്ങുന്നിത മാനമാകെ കറുത്തുപോയി പെയ്തൊഴിയാനായി കാത്തിരുന്നു. മാനവ തന്നത്യാഗ്രഹം തന്നിന്ന് മാനവ ജീവനു മൃത്യുവായി. ശോഭനം നയനമനോഹരം വശ്യസുന്ദരം എന്റെ കേരളം. തിരമാല പോലെ കല്ലും അമ്മയാം പ്രകൃതിതൻ ദുഃഖമാവാം പെരുമാരിയായി പെയ്തിറങ്ങുന്നതും. തേങ്ങുന്നിതാ മാനമാകെ കറുത്തുപോയി പെയ്തൊഴിയാനായി കാത്തിരിപ്പു. മാനവ തന്നെ ത്യാഗം തങ്ങിന്ന് മാനവ ജീവന് മൃത്യുവായി മാറി. കാലത്തിൻ മഴുവേറ്റു വീഴുന്ന പച്ചക്കുട പോലെ. സതീകാവരി, കാലത്തിൻ മഴുവേറ്റു വീഴുന്ന, കാലം മഴുകൊണ്ട് വെട്ടുകയാണ്. കാലത്തിൻ മഴുവേറ്റു വീഴുന്ന പച്ചക്കുട വീതിയാൽ ശ്മശാനഭൂമിയാൽ വയനാടും മുണ്ടക്കയും അമ്മതച്ചുടു സമസമായ കരങ്ങൾ. വയനാട് ദുരന്തം വിഷയം പ്രകൃതി ദുരന്തമായിരുന്നു. അപ്പൊ ഞാൻ ഒരു രാവിലെ ഈ പാലത്തിൽ ചടുല താണ്ഡവമാടി മാറി കുന്നും മലയും തകർത്തു കൊണ്ടൊലിച്ചു പുറപ്പെട്ടു ശക്തിയായി. പുലരിന്റെ കണ്ണുകൾ വരവേറ്റതെന്തിനെ മണ്ണിൽ പുതഞ്ഞ് ശിരസുകളെ രക്ഷ പ്രാപിക്കേണ്ട പൊലിഞ്ഞൊരുകി നിഷ്കളങ്കരുടെ സ്വപ്നങ്ങളായി തിരിച്ചു വരും. ആദ്യം തന്നെ ഇന്നത്തെ സാഹിത്യ സംഗമം തന്നെയായിരുന്നു നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ സാഹിത്യത്തെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ ചർച്ച ചെയ്തത്. ആദ്യമേ നമ്മൾ തിരക്കഥയെ കുറിച്ച് പറഞ്ഞിരുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാവ്യലോകത്തേക്ക് ഭാവിയുടെ ലോകവുമായിട്ടുള്ള കവിതാ ലോകത്തിലേക്ക് കടക്കുകയുണ്ടായി. കാവ്യപരമായിട്ടുള്ള ആ പ്രത്യേകതകളെ കുറിച്ചും കവിതകളുടെ ആവിർഭാവത്തെക്കുറിച്ചും അത് പിന്നീട് നമ്മുടെ കേരളത്തിലെ മലയാള ഭാഷയെക്കുറിച്ചും ഇന്നത്തെ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ കവിതയിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും കവിതയിലെ നമുക്ക് അതൊക്കെ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ ടീച്ചർ ഒരുപാട് നമുക്ക് വേണ്ടി ശ്രമിച്ചു. കുറഞ്ഞ സമയത്തുകൊണ്ട് ഒരുപാട് വാക്കുകളിലൂടെ കുറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. മാത്രമല്ല ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ ഒരുപാട് രീതിയിൽ നമുക്കൊരു വിഷയത്തെ മാറ്റിയെടുക്കാമെന്നും അത് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ പല ആശയങ്ങളും അത് വരുന്ന സന്ദേശം നമുക്ക് കിട്ടുമെന്നും ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നല്ല ക്ലാസ് നമുക്ക് എടുത്തു തന്നായിരുന്നു ടീച്ചറിന് എൻ്റെയും പുള്ളൂർ വിദ്യാഭ്യാസ നിധിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു.